angels, and Aishwarya, and welcome to our channel Blush with Ash, and welcome to yet another vlog. അപ്പോൾ വ്ളോഗ് എന്ന് പറയുമ്പോഴത്തേക്കും ഞാനിപ്പോൾ നാട്ടിലാണുള്ളത് കേട്ടോ. ഞാൻ ഇന്ന് സാറ്റർഡേ ആണ്, 27th ആണ്. ഞാൻ 24th എത്തിയതാണ്. നമുക്കൊരു ഇവന്റ് ഉണ്ടായിരുന്നു. എനിക്കോണം ഇൻസ്റ്റാഗ്രാം ഒക്കെ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് എന്തെല്ലാം അറിയുണ്ടാവും. വെഡ്സ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് കരുനാഗപ്പള്ളിയിലുള്ള ഒരു വെഡിങ് മോളിന്റെ ഇനോഗ്രേഷന് വേണ്ടി നമ്മൾ വന്നതാണ്. അല്ല, ഞാൻ വന്നതാണ്. ഇനോഗ്രേഷന് വന്നതാണ് കേട്ടോ. അപ്പോൾ ഇനോഗ്രേഷനും സംഭവങ്ങളൊക്കെ കഴിഞ്ഞു. ഇന്ന് ആക്ച്വലി ഞാൻ തിരിച്ചു പോണ ദിവസമാണ് കേട്ടോ, സാറ്റർഡേ. അപ്പോൾ എന്താ പറയണേ, ഇപ്പം ഇന്നത്തെ ദിവസം ഞാൻ വ്ളോഗ് ചെയ്യാന്ന് വിചാരിച്ചു. വെറുതെ വ്ളോഗല്ലേ, ഒരു കുറച്ച് സന്തോഷങ്ങളും സ്പെഷ്യാലിറ്റിയുള്ള ദിവസമാണ് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ വണ്ടിയിൽ യാത്ര ചെയ്യുന്നവരിക്കണം. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഒറ്റയ്ക്കാണ് വന്നേക്കുന്നത്, ആരുമില്ല. ഞാനിങ്ങനത്തെ വർക്ക് റിലേറ്റഡ് കാര്യങ്ങൾക്ക് വരുമ്പോഴത്തേക്കും ഞാൻ ആരെയും കൊണ്ടുവരാറില്ല. ബിക്കോസ് ഭയങ്കര പാടല്ലേ എല്ലാവരും ആയിട്ട് വരണം. നമുക്ക് എനിക്ക് മാത്രം വരേണ്ട ആവശ്യമല്ലേ. അപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ. എന്നിട്ടാണ് ഞങ്ങളിപ്പോൾ വണ്ടിയിൽ ഞാനും അച്ഛനും അമ്മയും കൂടി അമ്പലത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്, കുടുംബക്ഷേത്രത്തിൽ തൃശ്ശൂരുള്ളത്. അപ്പോൾ ഞങ്ങൾ ഇവിടെ അമ്മയുണ്ട്. ഹായ് മമ്മി. ഹായ്, എന്തൊക്കെ വിശേഷം? ഓ, നല്ല വിശേഷം. അച്ഛൻ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. അച്ഛനെ നമ്മൾ കോൺസെൻട്രേഷൻ തെറ്റിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ എന്തുവാ പറയാ, നമ്മളിപ്പോൾ അമ്പലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. എത്താനൊക്കെ ആവണേ ഉള്ളൂ. നമ്മൾ 7 o'clock ആയപ്പോഴത്തേക്കും വീട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പോൾ നമുക്ക് അമ്പലത്തിൽ പോകാം. ഞാൻ വ്ളോഗ് ഇതിൻ്റെ ഇടയിൽ ഞാൻ കാര്യം പറഞ്ഞത്, നമ്മൾ വെഡ്സ് ഇന്ത്യ മോളിന്റെ ഇനോഗ്രേഷന് കരുനാഗപ്പള്ളിയിൽ പോയപ്പോഴത്തേക്കും ഇനോഗ്രേഷൻ വന്നത് നമ്മളുടെ രശ്മിക മന്ദാനായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു. വെച്ചാൽ എനിക്ക് ഇഷ്ടമാണ് രശ്മികാന. അതിൻ്റെ കൂടെ നാഷണൽ ക്രഷിലെ ഒരു പാൻ ഇന്ത്യൻ ആക്ടറല്ലേ. അപ്പോൾ നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഭയങ്കര ക്യൂട്ടാണ് കേട്ടോ കാണാൻ. നമ്മളിങ്ങനെ ഫിലിമിൽ കാണുന്നേക്കാളും എനിക്കൊന്ന് കുറച്ചും കൂടി ക്യൂട്ടും കുറച്ചും കൂടി ഭംഗിയാണ് കാണാൻ. അതുപോലെയൊക്കെ തന്നെ, ബട്ട് ഒന്നും കൂടി നമ്മൾ നേരിട്ട് കാണുമ്പോൾ നമ്മൾ ഹായ് അങ്ങനത്തെ ഒരു ഫീല് വരും. നല്ല പൊളൈറ്റും ഭയങ്കര ഡൗൺ ടു എർത്തും ഭയങ്കര ജോവിയലായിട്ടുള്ള ഒരു ക്യൂട്ട് കുട്ടി അങ്ങനെയാണ് തോന്നിയത് കേട്ടോ. പക്ഷെ നല്ല അടിപൊളി, ഭയങ്കര ക്രൗഡായിരുന്നു. നല്ല പരിപാടിയായിരുന്നു. എല്ലാം നല്ലായിരുന്നു. അങ്ങനെ ഫോട്ടോ ഒന്നും കിട്ടിയൊന്നുമില്ല. കുറച്ച് വീഡിയോസ് എൻ്റെ കയ്യിൽ കിട്ടിയ വീഡിയോസ് ഞാൻ ഇവിടെ ആഡ് ചെയ്യാം. അല്ലാണ്ട് എനിക്ക് അങ്ങനെ വലിയ കാര്യമായിട്ട് നമ്മളൊക്കെ ഉള്ള ഒരു വീഡിയോ ഒന്നും കിട്ടിയൊന്നുമില്ല. സെൽഫി വീഡിയോ ഒക്കെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് അതൊന്നും കിട്ടിയൊന്നുമില്ല കേട്ടോ. പക്ഷേ പുള്ളിക്കാരത്തിൻ്റെ വീഡിയോ കണ്ടു, ഞാൻ ഇവിടെ ആഡ് ചെയ്യാം. അയ്യോ, എന്തൊരു ഭംഗിയായിരുന്നു കാണാൻ അറിയാം. നല്ലൊരു ഗ്രീൻ സാരി, നല്ല റോസാപ്പൂ ഒക്കെ വെച്ചിട്ട് നല്ല ഭംഗിയായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ നല്ല മൊത്തത്തിൽ നല്ല രസമുണ്ടായിരുന്നു. അന്നവിടെ മഴ പെയ്തു, അതുകൊണ്ട് ഇവന്റ് കുറച്ച് ലേറ്റ് ആയിരുന്നു. എനിക്കാണ് 3:30 ഇനോഗ്രേഷൻ പറഞ്ഞിട്ട് 4 o'clock ഒക്കെ കഴിഞ്ഞു. എന്താ ഇത് മഴ 3 o'clock മഴ പെയ്യണത് കാരണം കുറച്ച് പ്രോഗ്രാം ഡിലേ ആയി. ഞാൻ അന്ന് തന്നെ തിരിച്ചു പോകുന്നു കേട്ടോ. പക്ഷെ നല്ല രസമായിരുന്നു. രശ്മിക മന്ദാന കണ്ട എക്സ്പീരിയൻസ് അടിപൊളിയായിരുന്നു കേട്ടോ. ഭയങ്കര രസം കാണാൻ തന്നെ. എന്തൊരു ഭംഗി എന്നറിയാം. ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടാണ് നമ്മളുടെ അടുത്തൊക്കെ സംസാരിക്കുന്നത്. ഭയങ്കര എപ്പോഴും ഇങ്ങനെ കാണിക്കും അങ്ങനെ നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ പറയാൻ വേണ്ടി മറന്നു. പിന്നെ ഓൾസോ നമ്മൾ ഇന്നിപ്പോൾ നമ്മൾ അമ്പലത്തിൽ പോകുമ്പോഴത്തേക്കും നമ്മളുടെ ഒരു ഫ്രണ്ടിനെ കൂടി നമ്മളിന്ന് മീറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ ഭയങ്കര അധികം എക്സൈറ്റഡ് ആണ്. ബിക്കോസ് നിങ്ങൾക്ക് അറിയുണ്ടാവും, ഐ മീൻ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുന്ന ആൾക്കാർക്കാണ് കൂടുതൽ ഇതൊക്കെ അറിയുണ്ടാവുന്നത്. ഓൾസോ എൻ്റെ ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സീരീസ് ഉണ്ടല്ലോ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ആക്ടേഴ്സ് പറഞ്ഞിട്ട് സീരീസ്. ആ സീരീസ് ഫസ്റ്റ് എപ്പിസോഡ് ആയിട്ടുള്ളൂ. പക്ഷേ സെക്കൻഡ് എപ്പിസോഡ് മേ ബി കഴിഞ്ഞിട്ടുണ്ടാവും ഈ വീഡിയോ അപ്ലോഡ് ആവുന്ന സമയത്ത്. അപ്പോൾ ആ സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ സീരീസിനെ പറ്റി സംസാരിക്കാൻ വേണ്ടിയിട്ട് എന്നെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തേക്കുന്നത് എൻ്റെയും പിങ്കി ചേച്ചിയുടെയും ഒരു കോമൺ ഫ്രണ്ട് ഉണ്ട്, ഡോക്ടർ വിഷ്ണു എന്ന് പറഞ്ഞിട്ട്. അവനാണ് ഇന്ന് നമ്മൾ അവനെ മീറ്റ് ചെയ്യാൻ വേണ്ടി പോകാൻ കേട്ടോ. ബിക്കോസ് നമ്മൾ അമ്പലത്തിന് പോകുന്നത് തൃശ്ശൂരാണ്. അപ്പോൾ അവൻ തൃശ്ശൂരാണ്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് പ്ലാൻ ചെയ്തു. നമ്മൾ അമ്മ പറഞ്ഞു നമുക്ക് അമ്പലത്തിൽ പോകാമെന്ന് പറഞ്ഞ കുടുംബക്ഷേത്രത്തിൽ പോകാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഓക്കെ, ഞാൻ എടാ ഞങ്ങൾ വരുന്നുണ്ട്, നീ നമുക്ക് മീറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മൾ സഡൻ പ്ലാൻ ആയിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ അവൻ അമ്പലത്തിലേക്ക് വരും. അങ്ങനെ നമ്മൾ അമ്പലത്തിൽ ആദ്യമായിട്ട് നമ്മൾ എപ്പോഴും വിളിക്കും, സംസാരിക്കും, എന്നും മെസ്സേജ് അയക്കും. പക്ഷെ നമ്മൾ ഇന്ന് നേരിട്ട് കാണാൻ വേണ്ടി പോകണം. പിങ്കി ചേച്ചിൻ്റെ അടുത്ത് നമ്മൾ പറഞ്ഞിട്ടില്ല. പിങ്കി ചേച്ചിക്ക് ഉറപ്പായിട്ട് ഞെട്ടും. ബിക്കോസ് ഞങ്ങൾ ഇങ്ങനെ ഭയങ്കര സീക്രട്ട് ആയിട്ടുള്ള പെട്ടെന്ന് സീക്രട്ട് മീറ്റിംഗ് ആണ്. അപ്പോൾ പിങ്കി ചേച്ചി നമ്മൾ അവിടെ പോയിട്ട് വീഡിയോ കോൾ ചെയ്ത് ഞെട്ടിക്കാം എന്നുള്ളൊരു പ്ലാനിലൊക്കെയാണ് പോകുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ ആ ആക്ടേഴ്സിന്റെ വീഡിയോനകത്ത് ഡോക്ടർ വിഷ്ണുവിനെ പറ്റി പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു ഇത് പിങ്കി ചേച്ചിയുടെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ എന്ന് പറഞ്ഞത്. അപ്പോൾ ഞാൻ എൻ്റെയും ഫ്രണ്ടാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ അങ്ങനെ അവനും എക്സൈറ്റഡ് ആണ്, ഞാനും എക്സൈറ്റഡ് ആണ്. അപ്പോൾ നമ്മളിങ്ങനെ അവനെയും കൂടി മെയിനായിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നുണ്ട്. ടൂ മച്ച് എക്സൈറ്റഡ്. എന്തായാലും നോക്കാം അവന്റെ എക്സ്പ്രഷൻ എങ്ങനെ ഉണ്ടെന്ന് കാണാം. അപ്പോൾ അവൻ പറഞ്ഞു അയ്യോ ചേച്ചി ഞാനിന്ന് ഉറങ്ങുമെന്ന് അറിയത്തില്ല, എനിക്ക് എക്സൈറ്റ്മെന്റ് കൂടി, ദൈവം എനിക്ക് സമാധാനം കിട്ടണമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു നീ വെറുതെ ഓവർഷം ഉറക്കണ്ട വരി ചെറുക്കാന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ പോണത്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ആയിട്ടില്ല, നമ്മൾ എത്താനായിട്ടില്ല, പൊക്കോണ്ടിരിക്കാനേ ഉള്ളൂ. അപ്പോൾ കാണാം. നമ്മൾ എത്തി അമ്പലത്തിൽ. ഇത് പാലിയേക്കര ടോളിന്റെ അടുത്തുള്ള ചേന്നംകുളങ്ങര അമ്പലമാണ് കേട്ടോ. ഇവിടെയാണ് നമ്മൾ ആദ്യം കയറുന്നത്. ഇവിടെ നമ്മൾ കയറാൻ വേണ്ടി പോവാണ്.
ഞാൻ പണ്ട് വ്ളോഗ് ചെയ്ത് ഇവിടെ വന്നപ്പോൾ വ്ളോഗ് ചെയ്തപ്പോൾ ഞാൻ ഈ മരത്തിൽ നിന്ന് കാണിച്ചിട്ടുണ്ട്. ഈ അമ്പലത്തിന് തൊട്ടപ്പുറത്ത് ഒരു മരത്തിൽ എന്തോരം ബാറ്റാണ് നോക്കി. ലക്ഷക്കണക്കിന് ബാറ്റ് ഉണ്ട് തോന്നുന്നു, ലക്ഷക്കണക്കിന് ബാറ്റ്. യെസ്, അപ്പോൾ നമ്മൾ അമ്പലത്തിൽ വന്നിരിക്കുകയാണ്. അച്ഛനമ്മ വണ്ടിയിൽ നിന്ന് ഇറങ്ങാണ് കേട്ടോ. ഹലോ എവ്രിബഡി. അപ്പൊ നമ്മൾ അമ്പലത്തിൽ നിന്ന് തൊഴുതിട്ട് ഇറങ്ങിട്ടോ. ഇനി നമ്മള് ഇതിന്റെ അടുത്ത് ഒരു ഇച്ചിരി 5 minutes 10 minutes അല്ലേ അത്രേ ഉള്ളൂ. അടുത്തുള്ള നമ്മൾ തിരുവാണിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലേക്കാണ് നമ്മൾ അടുത്തത് പോകുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ഇങ്ങനെയാണ് വരുന്നത് എപ്പോഴും അല്ലേ? ഈ അമ്മ തിരുവാണിക്കാവ് അല്ലേ നമ്മുടെ കുടുംബക്ഷേത്രം? ഇത് നമ്മുടെ വീടിന്റെ തൊട്ടടുത്തുള്ള. ആ അതെ, അടുത്ത് തട്ടകം എന്ന് പറയും. ആ അതാണ്. വീട് ഇവിടെയാണല്ലോ. അതെ അതെ. അമ്മ ഇവിടെ തൃശ്ശൂർക്കാർ. എനിക്ക് കിട്ടിയ തൃശ്ശൂർ സ്ലാങ് എവിടെയെന്ന് വെച്ചാൽ അമ്മയുടെ ഇത് കിട്ടിയതാണ്. അവിടെ നിന്ന് ഞാൻ എടുത്തതാണ് ആ സ്ലാങ്. കേട്ടോ, മിക്കവരും സംസാരിക്കുമ്പോൾ ചോദിക്കും തൃശ്ശൂരാണോ? ഞാനല്ല, എന്റെ മദർ ഇൻ ലോ തൃശ്ശൂരാണെന്ന് പറയും. ആണോ? ആ അതെ, അതാണ്. ഞാനും എന്റെ മദർ ഇൻ ലോ നന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാറുണ്ട്. അവിടെ നിന്ന് കിട്ടിയതാണ് എനിക്ക് സ്ലാങ് എന്ന് പറയും. ആണല്ലേ? ഇതിന്റെ പിന്നിൽ, ഇതിന്റെ ബാക്ക് സൈഡിലായിരുന്നു അമ്മയുടെ വീട്. ഓക്കെ. അപ്പൊ നമ്മളെപ്പോഴും വരുമ്പോ നമ്മള് എല്ലാരും കൂടി വരുമ്പോഴും നമ്മളിവിടെ പോകാറുണ്ട്. അച്ഛനും അമ്മയും എല്ലാ മാസവും വരാറുണ്ട് കേട്ടോ. ഇവിടെ എല്ലാ മാസവും അവർ വരും. അപ്പൊ ഞാൻ അവിടെ ഉള്ള സ്ഥിതിക്ക് അപ്പൊ നമുക്കൊന്ന് അമ്പലത്തിൽ നമ്മൾ പോവാന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ഇറങ്ങി. നമ്മളിവിടെ തൊഴുത് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത അമ്പലത്തിലേക്ക് പോവാം. അവിടെയാണ് വിഷ്ണു വരുന്നത് കേട്ടോ. അപ്പൊ അങ്ങോട്ട്, ഇവിടെയാണ് അവൻ്റെ അടുത്ത് ആദ്യം വരാൻ വേണ്ടി പറഞ്ഞത്. പക്ഷെ നമ്മൾ പിന്നെ അവൻ്റെ അടുത്ത് അങ്ങോട്ടേക്ക് വരാൻ വേണ്ടും. അവനവിടെ അങ്ങോട്ട് എത്തും. അപ്പൊ നമുക്ക് അടുത്ത അമ്പലത്തിലേക്ക് പോകാം. ഇവിടെ നമ്മളിവിടെ അമ്പലത്തിലെത്തി. വിഷ്ണു എത്തിയിട്ടില്ല. വിഷ്ണു അടുത്ത് 9 മണി എന്നാണ് പറഞ്ഞത്. 9 മണിയൊക്കെ ആവണുള്ളൂ. അമ്പലത്തിലെത്തിയിട്ട് അച്ഛനമ്മയും കൂടി വണ്ടി പാർക്ക് വേണ്ടി. ഇപ്പോൾ ഞാൻ വണ്ടിക്കകത്തുനിന്ന് ചെരുപ്പിടാത്തത് കൊണ്ട് ഞാൻ ചെളിയിലോട്ട് ഇറങ്ങില്ല. അപ്പോൾ ഇവിടെ നമുക്ക് വേഗം കയറി തൊഴാം. എന്നിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം അവന് വേണ്ടിയിട്ട്. ദേ ആന. ഞാൻ ആന എവിടെ നോക്കായിരുന്നു. എനിക്ക് ഇവിടെ ഒരു ആനേൻ്റെ ഒരു സ്ഥലമുണ്ട്. ഇത് ആനേനെ നിർത്തണത്. അവിടെ ഞാൻ വന്നപ്പോൾ ഇവിടെ ഈ അമ്പലത്തിൽ എപ്പോഴും ആന ഉണ്ട്. അപ്പം നമ്മൾ അവിടെ നോക്കിയപ്പോൾ ആനേനെ കണ്ടില്ല. ദേ നിൽക്കുന്നു ആനക്കുട്ടൻ. അടിപൊളി. നമ്മളിവിടെ അമ്പലത്തിലൊക്കെ തൊഴുത് കഴിഞ്ഞപ്പോൾ ഇവിടെ ആന ഇവിടെ കാത്തിരിക്കണം. വിഷ്ണു എത്തിയിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ വിഷ്ണുവിൻ്റെ വെയിറ്റിംഗ് ആണ്. ആന ഇവിടെ നമുക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. നമുക്ക് ആനയുടെ അടുത്ത് പോയിട്ട് സെൽഫി എടുക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ. ധൈര്യം ഇല്ല, എന്നാലും നമുക്ക് നോക്കാം. ആനയെ കാണുമ്പോൾ ഒരു വീക്ക്നെസ് അല്ലേ എന്തൊക്കെയാണെങ്കിലും ഉള്ളേ. ഹായ് ആന. എന്തൊക്കെയാണെങ്കിലും അമ്പലത്തിന്റെ മുറ്റത്തൊരു ആന, അതൊരു ഐശ്വര്യമാണ് അല്ലേ? പക്ഷെ ഒരു ആനയോട് ഒരു വീക്ക്നെസ് ഇല്ലേ മലയാളികൾക്ക്? അല്ല, നമ്മൾ പറഞ്ഞ തൃശ്ശൂർ വന്നിട്ട് ഞാനത് പറഞ്ഞാൽ ശരിയല്ലല്ലോ. പൂരങ്ങളുടെ പൂരമായ തൃശ്ശൂർ പൂരം എന്ന് പറയുമ്പോൾ ആനയുണ്ട്. എന്നത് അയ്യോ, അത്ര ധൈര്യമില്ലോണ്ടല്ലോ. ഞാനൊരു ഡിസ്റ്റൻസ് നിൽക്കുന്നത്. ഞാൻ വളരെ ദൂരെയാണ് നിൽക്കുന്നത്, കണ്ടില്ലേ? ആനയെ കാണാൻ പോവാ. അല്ല, അവിടെ വിരൽ മാറാനുണ്ടാവുന്നുണ്ടോ? അവിടെ വരെ നമ്മള് പോളൂട്ടോ. മതി. നല്ല രസമല്ലേ? മറ്റേ തലയിലും തലയില് മറ്റേ എന്താ പറയുക, സൈഡിലൊരു വടിയൊക്കെ വെച്ചിട്ടുണ്ട്. അനങ്ങാൻ പാടില്ല. ആനങ്ങി വീണ ആനയ്ക്ക് അടി കൊടുക്കും. അങ്ങനത്തെ തിയറിയൊക്കെയാണ്. ഞാൻ വലിയ കാര്യത്തില് റീലെടുക്കാൻ വേണ്ടി ആനയുടെ അടുത്തോട്ട് പോയത്. ആനയുടെ അടുത്ത് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ എല്ലാവരും കൂടി അതിന്റെ കയ്യിൽ പട്ടയുണ്ട്. അത് പട്ടയൊക്കെ ഇങ്ങനെ ഓടിച്ച് ഇങ്ങനെ തിന്നോണ്ടിരിക്കുക. നമ്മൾ വെറുതെ പട്ട മടക്കി അടിച്ചാലോ എന്നിട്ട് ഞാൻ അവിടെ ജീവനും കൊണ്ടുപോടുന്ന വീഡിയോ കിട്ടിയിട്ടുണ്ട്. ഒന്നുമില്ല, പക്ഷെ ഭയങ്കര രസമുണ്ടല്ലേ? അടിപൊളിയായിട്ടുണ്ട്. ഞങ്ങൾ ശരിക്കും അതായത് നമ്മുടെ അവിടെയുള്ള ആലിന്റെ അവിടെ ഒക്കെ പോയിട്ട് ഫോട്ടോ എടുക്കുന്നതാണ് കേട്ടോ. നല്ല ഭംഗിയല്ലേ കാണാൻ? എന്തോ കഷ്ടപ്പെട്ട് ശരിയാക്കി തരുമോ? അപ്പൊ ഇപ്പൊ വിഷ്ണു വരും കേട്ടോ. വിഷ്ണു ഇപ്പൊ എന്നെ ലൊക്കേറ്റ് ചെയ്തോണ്ടിരിക്കണേന്നാണ്. അപ്പൊ ആനയായിട്ട് പെട്ടിഷോ കാണിക്കാൻ വേണ്ടി പോയാൽ എനിക്ക് ആനയുടെ ഈ അടിയുള്ള അവസ്ഥയാണ്. നമ്മൾ രക്ഷപ്പെട്ടിരിക്കണത് കാര്യം. പക്ഷെ ഇത്തിരി ഭംഗിയല്ലേ കാണാൻ അല്ലേ? അമ്മ അമ്പലത്തിന്റെ മുന്നിൽ ഒരു ആന ഒരു ഐശ്വര്യമാണല്ലേ ശരിക്കും? ജീവനം കൊണ്ട് ഓടിയ ദൃശ്യങ്ങളായിരുന്നു അടിപൊളി. അയ്യോ, ഒന്നും പറയണ്ട. എന്റെ ദൈവം വന്നിരിക്കുകയാണ്. നമ്മളുടെ ആശാൻ വന്നിരിക്കുന്നു. വന്നു നമ്മുടെ വിഷ്ണു. എന്തുണ്ട് വിഷ്ണു, എന്ത് തോന്നി? അടിപൊളി.
ഞെട്ടിയാണ് ഇവൻ നോക്കി എനിക്ക് ഫ്ലവേഴ്സ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഭയങ്കര സ്വീറ്റ് ആണ് ചക്കര. അതെ, സുഖമാണോടാ? അതെ, ഇവൻ എനിക്കോട് കഴിഞ്ഞ മാസം വന്നപ്പോ ഇവൻ എനിക്ക് എറണാകുളത്തോട്ട് വന്നിട്ട് സർപ്രൈസ് തരാൻ വേണ്ടി ഇരുന്നതാ അല്ലെ. പക്ഷെ നമ്മൾ ഈ പ്രാവശ്യം പിങ്കി ചേച്ചിക്ക് ആക്കി നമ്മൾ ആ സർപ്രൈസ്. ചേച്ചി ഞെട്ടിപ്പോയേട്ടാ. ചേച്ചി ലിറ്ററലി ഷോക്ക് ആയി പോയി. അവൻ അടിപൊളി സർപ്രൈസ് ആന്നൊക്കെ പറഞ്ഞത് നമ്മള് അല്ലെ. സന്തോഷായില്ലേ? എനിക്ക് ഭയങ്കര സന്തോഷം. നമ്മൾ എപ്പോഴും ഫോണിലും മെസ്സേജിലും സംസാരിക്കണതാണ്. നമ്മൾ ഇങ്ങനെ DM ചെയ്ത് ഇങ്ങനെ 25,000 റീൽസ് അങ്ങോട്ട് 50,000 റീൽസ് ഇങ്ങോട്ട്, അങ്ങനത്തെ നമ്മുടെ റിലേഷൻഷിപ്പിലാണ്. അപ്പൊ ഭയങ്കര ഹാപ്പി ആയിട്ടാ നേരിട്ട് കണ്ടപ്പോ അല്ലടാ. ഞാൻ സത്താൻ പറയാം, കുറെ കാര്യങ്ങൾ പറയാനുണ്ട് അല്ലെ. യെസ്, നമ്മള് അമ്പലത്തിൽ നിന്ന് ഇറങ്ങി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോവാൻ കേട്ടോ. അപ്പൊ അവൻ സ്കൂട്ടറിലാണ് വന്നേക്കുന്നത്. അപ്പൊ അവൻ ഫോളോ ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ അത് പിന്നെ അവൻ തിരിച്ചു പോകാൻ വേണ്ടി പിന്നെയും അമ്പലത്തിന്റെ ഇങ്ങോട്ടേക്ക് വരണ്ടേ. അപ്പൊ നമ്മൾ യൂഷ്വലി ഇവിടെ വരുമ്പോഴത്തേക്കും ഒരു ആര്യാസിലല്ല A2B ആണോ? ചെന്നൈ ഇല്ല ആനന്ദഭവനായിരിക്കും. ചെന്നൈ ആനന്ദഭവൻ ഉണ്ട് ഇവിടെ. യൂഷ്വലി നമ്മൾ അവിടെയാണ് കയറുന്നത്. അപ്പൊ ഐ തിങ്ക് അവനാണെന്ന് തോന്നുന്നു. അല്ല, അവനല്ല, വേറെ ആരോട് പുറകെ അവൻ നമ്മുടെ പുറകെ വരുന്നുണ്ട്. അപ്പൊ നമ്മളിവിടെ അടുത്ത് തന്നെയാണ്. അപ്പൊ നമ്മളവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോകണം. അപ്പൊ ഇങ്ങനെ സന്തോഷമായി. പിങ്കി ചേച്ചി ഇങ്ങനെ കിടുങ്ങി പോയിട്ടോ. പിങ്കി ചേച്ചി ഷോക്കായി പോയി. സർപ്രൈസ് എന്നൊക്കെ പറയുമ്പോ പിന്നെ ഞാൻ പുറത്ത് പോകണം. അപ്പൊ പിന്നെ എന്താ നോക്കും. അപ്പൊ അങ്ങനെ നമ്മൾ കണ്ടു. പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ഹലോ എവരിബാഡി, നമ്മളപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നു ചെന്നൈ ആനന്ദഭവൻ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുന്നുണ്ട്. അവൻ ജിമ്മിലൊക്കെ പോണതുകൊണ്ട് പ്ലെയിൻ ദോശയാണ് കഴിയുന്നത്. ഞാൻ എന്താണ് മറ്റേ സാധനം പൊങ്കൽ. ഞാനും അമ്മയും പൊങ്കൽ, അച്ഛൻ പൂരി. നമ്മൾ അങ്ങനെ വേണം, ജിമ്മാസ് അങ്ങനെ വേണമെന്നാണ് എൻ്റെ ഒരു ജിമ്മന്മാർ. കളിയായിരുന്നു എൻ്റെ ആ ഒരു ചവർപ്പ് വരില്ലേ നമ്മുടെ ഭയങ്കര വിറ്റാണ്. യെസ്, അപ്പൊ അങ്ങനെ നമ്മുടെ സഡൻ തൃശ്ശൂർ മീറ്റപ്പ് അല്ലേ. അങ്ങനെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് നമുക്ക് നല്ല അടിപൊളിയായിരുന്നു അല്ലേ. പിന്നെ ഇവനും ക്ലിനിക്ക് ഓപ്പൺ ചെയ്യാൻ വേണ്ടി പോകേണ്ടതാണ്. എനിക്കും തിരിച്ചു പോകാനുള്ളതായതുകൊണ്ട് നമ്മൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. മിസ് യൂടാ. നമ്മള് പിന്നെ സ്ഥിരം കണക്റ്റഡ് ആയതുകൊണ്ട് നമുക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. അപ്പൊ നമുക്ക് ഇനി വീണ്ടും കാണാം. അപ്പൊ ഓക്കെ, ബൈ. ഹലോ, ഞാൻ അങ്ങനെ ഇവിടെ നിന്ന് പോകാൻ വേണ്ടി ഇറങ്ങിയപ്പോഴത്തേക്കും നമ്മുടെ ഉപ്പും മുളകും ലൈറ്റ് ടീം ഇവിടെ ഉണ്ട്. ഞാൻ അകത്തുണ്ടായിരുന്നല്ലേ? ഞാൻ ശ്രദ്ധിച്ചില്ല. ഞാൻ വണ്ടി കിടക്കണ കണ്ടായിരുന്നു. ഇവര് വണ്ടിയിലൊക്കെ എഴുതിയിട്ടുണ്ട് ഉപ്പും മുളകും ലൈറ്റ് ബ്ലോഗേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ പറഞ്ഞു എന്റെ ബ്ലഷ് വിത്ത് ആഷ് ബ്ലോഗർ ഇതിന്റെ സമയം അതിക്രമിച്ചെന്ന് ഞാൻ പറയാറുണ്ട്. അയ്യോ, അപ്പൊ ഭയങ്കര സന്തോഷം കണ്ടേല്. സന്തോഷം. ഞാൻ കണ്ടില്ലായിരുന്നു, വണ്ടി മാത്രം. അപ്പൊ ഞാൻ അമ്മയുടെ അടുത്ത് പറയുകയും ചെയ്തു അവിടെ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. ഭാവ ഇവിടെ ഉണ്ട്. ഹായ് പറയോ, ഹായ് പറയൂ. ഓക്കെ ഡാ, ബൈ. ബൈ ബൈ ചാച്ച പറടാ. ബൈഡാ. ഹലോ, നമ്മളങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി. വിഷ്ണു ചാച്ചയൊക്കെ പറഞ്ഞ് നമ്മൾ ഇറങ്ങി. ഇവര് മഴയാണ്. 2 ദിവസം, അതായത് ഇന്നലെ ഒന്ന് മഴ ഉണ്ടായത്. മിനിഞ്ഞാന്ന് ഞാൻ മറ്റേ ഇവന്റിന് പോയ സമയത്ത് അന്നുണ്ടായിരുന്നു ഇവിടെ മഴ. പക്ഷെ കൊല്ലത്ത് മഴ കുറവായിരുന്നു. എന്നാൽ ഈ ഈവനിങ്ങിലുള്ള മഴ ഒരു ഇച്ചിരി നേരത്തേക്ക് മഴ പെയ്തെന്നല്ലാണ്ട് മഴയായിട്ടുണ്ടായിരുന്നില്ല. ഇന്നലെ നമുക്ക് തെളിഞ്ഞ ദിവസമായിരുന്നു. ഇന്ന് പക്ഷേ ഇപ്പൊ മഴ. ഇത് ഇനിയിപ്പോ നമുക്ക് ഇവിടെ തൃശ്ശൂരത്തെ മഴയാണോ അതോ നാട്ടിലുണ്ടാവുക? നമുക്ക് അവിടെ ഉണ്ടാവുമോ അല്ലേ, അറിയില്ല, നോക്കാം. അപ്പൊ അങ്ങനെ നമ്മളിപ്പോ വീട്ടിലേക്ക് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ ക്ലൈമറ്റ് നല്ലതാവണമെന്ന് മാത്രം എന്റെ പ്രവർത്തനം. ബിക്കോസ് എനിക്ക് പോയിട്ട് പിള്ളേർക്ക് എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് എനിക്കൊന്ന് ലുലുവിലൊക്കെ പോകാനുണ്ട്. ബിക്കോസ് എന്റെ ബസ്സല്ല ട്രെയിൻ രാത്രി 10:15 അപ്പൊ അതുകൊണ്ട് എനിക്ക് ടൈമുണ്ട്. അപ്പൊ എനിക്ക് എന്തെങ്കിലും ഉച്ചയ്ക്ക് ഒന്ന് പോകണം എന്ന് ഞാൻ വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ മഴ ആവല്ലേ എന്നുള്ള പ്രാർത്ഥനയിലാണ് ഞാൻ. ഹലോ എവ്രിബാഡി, നമ്മൾ തൃശ്ശൂരിൽ നിന്ന് വീട്ടിലെത്തിയപ്പോഴത്തേക്കും എത്ര മണിയായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 12:30 കഴിഞ്ഞു. 12:45. കട്ട ടയേർഡ്. എൻ്റെ പൊന്നെ, അതും എന്തൊരു ട്രാഫിക് ആയിരുന്നു അറിയാം. 2.5 മണിക്കൂർ. ഇവിടെ നമ്മൾ 1.5 മണിക്കൂർ എടുത്ത സംഭവമാണ് അവിടെ നിങ്ങോട്ട് 2.5 മണിക്കൂർ എടുത്തത്. ഇനി ഞാൻ ലുലുവിൽ പോകാൻ വേണ്ടി പോകാൻ എനിക്ക് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്. അപ്പോൾ ഞാൻ ലുലുവിൽ പോകാൻ റെഡി ആവാൻ വേണ്ടി പോവാണ്. ഇനി നമ്മൾ ഈ ബേസ് മേക്കപ്പ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ഈ വക സാധനങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് മാറ്റിയതിന് ശേഷം നമ്മുടെ കാഷ്വൽ ഔട്ട്ഫിറ്റിലേക്ക് നമ്മൾ മാറിയിട്ട് വേണം ഇവിടെ നിന്ന് പോകാൻ. അപ്പോൾ ഞാൻ വേഗം മാറട്ടെ. എനിക്ക് അച്ഛൻ എന്നെ മെട്രോ സ്റ്റേഷനിൽ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. എൻ്റെ അച്ഛനെ പുറത്ത് പോകാനുണ്ട്. അപ്പോൾ ഞാൻ വേഗം പടപടെ നിന്ന് മാറട്ടെ. യെസ്, ക്വിക്ക് ചേഞ്ച് ടു കംപ്ലീറ്റ്ലി വെസ്റ്റേൺ ഡ്രസ് ഇൻ 10 minutes. അപ്പം അച്ഛന് ഞാൻ തുറക്കാം. അച്ഛന് പുറത്തേക്ക് പോകണം. അപ്പം അച്ഛൻ എന്നെ ഡ്രോപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് മെട്രോ സ്റ്റേഷനോടെ. ഞാൻ മെട്രോയിലാണ് പോകണം. ബിക്കോസ് ഭയങ്കര ട്രാഫിക് ഇടാം. അപ്പം ഇനിയിപ്പോൾ ഞാൻ ഗുമ്മും അപ്പം ഞാനിനി വണ്ടിയൊക്കെ പിടിച്ച് പോകാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ ഭയങ്കര ഡിലേ ആവും. അപ്പം അച്ഛൻ എന്നെ ഡ്രോപ്പ് ചെയ്യും. ഞാൻ പോയിട്ട് വരാം. ഹലോ, അങ്ങനെ ഞാൻ ഓടി വന്ന് മെട്രോ സ്റ്റേഷനിലെത്തി.
ടിക്കറ്റ് എടുത്തു. നമ്മൾക്ക് ലുലുവിലേക്ക് പോകാം. അപ്പോഴത്തേക്കും വരുമായിരിക്കും. പറഞ്ഞേ ഇവിടെ 5 മിനിറ്റ്. ചില സമയത്ത് പിടിക്കാണ്ട് നിൽക്കുമ്പോഴത്തേക്ക് പേടിയോ. 5 മിനിറ്റ് ആവുമ്പോൾ നമ്മൾ പെട്ടെന്ന് എത്തും. അല്ലെങ്കിൽ ഭയങ്കര തലവേദനയാണ്. പിന്നെ നമുക്ക് റെസ്റ്റ് എടുക്കാനുള്ള സമയമുണ്ട് ടിക്കറ്റൊക്കെ എടുത്തതിന് ശേഷം. കാലിയാണ് കേട്ടോ. മെട്രോ സ്റ്റേഷൻ ആരുമില്ല, ആൾക്കാരുകളൊന്നും തന്നെ ഇല്ല. എനിക്ക് പാട്ട് കേൾക്കാനുള്ള സമയമായി. എൻ്റെ പാട്ടുകൾ ഞാൻ പാട്ടൊക്കെ കേട്ട് ചില്ലടിച്ചാണ് പോകണം. അപ്പോൾ ഞാൻ എൻ്റെ പവർ ബാങ്ക് വാങ്ങി. കുറേ നാളായിട്ട് പവർ ബാങ്ക് വാങ്ങണമെന്ന് ചോദിച്ചുകൊണ്ടിരുന്നതാണ്. അപ്പോൾ ഈ പ്രാവശ്യത്തെ ട്രിപ്പ് ഇങ്ങോട്ട് വന്നപ്പോൾ തന്നെ പല പരിപാടികൾക്ക് പറഞ്ഞുകൊണ്ട് പവർ ബാങ്ക് ഇല്ലാതെ ശരിയാവുമെന്ന് എനിക്കറിയാം. ഞാൻ എപ്പോഴും ചാർജർ നടക്കണം. എന്നെക്കാളും നല്ലല്ലേ പവർ ബാങ്ക്. അപ്പോൾ എൻ്റെ പവർ ബാങ്ക് വാങ്ങിയതുകൊണ്ട് സമാധാനമായിട്ട് പാട്ട് കേൾക്കാം, കുത്തി കേൾക്കാം, വ്ളോഗ് ചെയ്യാം. അങ്ങനെ അപ്പോൾ ഞാൻ ഇനിയൊരു 3 മിനിറ്റും കൂടെ ഉണ്ട്. നമുക്ക് റെസ്റ്റ് എടുക്കാം. ഞാനിവിടെ നേരെ ഫുഡ് കോർട്ടിലേക്കാണ് വന്നത്. ബിക്കോസ് ഞാൻ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഫുഡ് കഴിക്കാൻ അങ്ങനെ ഇറങ്ങില്ല. ഫുഡ് കോർട്ട് വന്നിട്ട് നമ്മുടെ ബൈ പഞ്ചാബ് ഗ്രില്ലിൽ നിന്ന് ഞാൻ 1 ചോളെ ഭട്ടൂരി ആൻഡ് ഓൾസോ സ്വീറ്റ്ലെസ് ഓർഡർ ചെയ്ത് വെയിറ്റ് ചെയ്യാൻ കേട്ടോ. ഫുഡ് കഴിച്ച് ഷോപ്പിങ്ങിലേക്ക് കിടക്കാമെന്ന് ചോദിച്ചു. അല്ലെങ്കിൽ നമ്മൾ ഷോപ്പ് ചെയ്ത് തളർന്നു പോയാലോ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഓർഡർ വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ഞാനിപ്പോൾ ജിമ്മിൽ പോയി തുടങ്ങിയതുകൊണ്ട് ഇപ്പോഴല്ല, 1 വർഷത്തോളം ആവാറായിപ്പോൾ. നെക്സ്റ്റ് മന്ത് ആകുമ്പോൾ 1 ഇയർ ആനിവേഴ്സറിയാണ് ജിം ലൈഫിന്. അപ്പോൾ അങ്ങനെ നമ്മൾ വളരെ സൂക്ഷിച്ചാണ് ഫുഡൊക്കെ കഴിക്കുന്നത്. അങ്ങനെ വലിയ ഡയറ്റൊന്നും എനിക്കില്ല. ബട്ട് സ്റ്റിൽ പണ്ടൊക്കെ നമ്മളിങ്ങനെ കഴിച്ച് മെതിക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മൾ റെസ്ട്രിക്റ്റഡ് ഫുഡാണ്. പുറത്തുനിന്ന് മാക്സിമം ഇന്നലെ നമ്മൾ പുറത്തുനിന്ന് പതിവൊക്കെ കഴിച്ചായിരുന്നു. ഞാനും അമ്മയച്ചും കൂടി പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ടുഡേ അതിന് നെക്സ്റ്റ് ഡേ ആകുമ്പോഴത്തേക്കും കുറച്ച് കൺട്രോൾഡ് ആയിട്ട് ഫുഡ് കഴിക്കണം. തോന്നില്ല. ബിക്കോസ് എന്താ കാര്യം വെച്ചാൽ അങ്ങനെ ആരും കഴിക്കണ്ടെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ നമ്മൾ നന്നായിട്ട് വർക്കൗട്ട് ചെയ്യണമല്ലേ, ഇഷ്ടപ്പെടുന്നതല്ലേ. അപ്പം അതുകൊണ്ട് കളയാൻ തോന്നില്ല. അപ്പം അതുകൊണ്ട് ഭയങ്കര സൂക്ഷിച്ചാണ് ഫുഡ് കഴിക്കാൻ. അതുകൊണ്ട് 1 ചോള ഭട്ടൂരി, 1 സ്വീറ്റ് ഗ്ലാസ്. പിന്നെ ആദ്യം ഈ കണക്റ്റിലേക്ക് കയറുന്നത്. കണക്റ്റിൽ കയറിയിട്ട് താഴത്തേക്ക് ഇറങ്ങാമെന്ന് ചോദിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ എനിക്ക് ലുലു സെലിബ്രേറ്റ് അല്ല, ലുലു ഫാഷൻ സ്റ്റോറാണ് പോകേണ്ടത്. ന്യായവും നീതിയൊക്കെ ഇരിക്കണുണ്ടോ. നല്ല രസമുണ്ടല്ലേ, നല്ല ഭംഗിയുണ്ട്. എനിക്ക് കണ്ടിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടു സംഭവം. വെറുതെ കയറിത്താൻ ഞാൻ ഈ വഴി. എത്ര രൂപയാണ്? 799 ഈ സൈസ്. ന്യായവും നീതിയും ഒക്കെ ഇരിക്കൊണ്ടിവിടെ. നീ നോക്കൂ, അതിൻ്റെ ഇങ്ങനത്തെ സൈസ്. ദിസ് ഇസ് ഫോർ 599. കുറേ ഉണ്ട്. എന്തൊക്കെയോ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ആഭരണ ചെല്ലമേ വേണ്ട. കൊള്ളാം. ഞാൻ ലുലു വന്നേക്കാണ് സെലിബ്രേറ്റിൽ ഫാഷൻ സ്റ്റോറിൽ. എനിക്ക് ആംഗിൾ തളകൾ കിട്ടിയിട്ടുണ്ട്. തളകൾ ഞാൻ എടുക്കാമെന്ന് വിചാരിച്ചു. 219 റുപ്പീസാണ് അതിന്. ഞാനിവിടെ നിന്ന് ആൾക്കും വാവയ്ക്ക് മോനും കുറച്ച് ഡ്രസ്സസ് വാങ്ങിച്ചു. നല്ല ഓഫറിനുണ്ട്. നല്ല രസമുള്ള ടീഷർട്ട്സും ഫ്രോക്സും ഉണ്ടായിരുന്നു. ഒന്നും കൂടി ഫ്രോക്സ് നോക്കുന്നുണ്ട്. പിന്നെ ടോയ്സാണ് നമ്മൾ മെയിനായിട്ട് വന്നത്. എന്തെങ്കിലും ചെറുതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് തപ്പിക്കൊണ്ടിരിക്കാനോടെ അധികം തിരക്കില്ല. അന്നേരം തിരക്കുണ്ട്. പുറത്താണ് തിരക്ക്. ഞാൻ ഈ ടോയ് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്കിൻ്റെ മുടി കണ്ടിട്ട് തന്നെ കൊതിയായിട്ട് വയ്യ. ഇത് പ്രത്യേക ഭംഗിയില്ല ഇതിനെ കാണാൻ വേണ്ടിയിട്ട്. നല്ലൊരെണ്ണത്തിന് തപ്പിയെടുക്കാം. ആകെ 599 റുപ്പീസ്. നല്ല ഭംഗിയില്ല ഇതിനെ കാണാൻ. അവൾക്ക് വേണം. ആര് വേണം? ഇവള് കൊള്ളാം അല്ലേ. മുടി കണ്ടില്ലേ അവളുടെയൊക്കെ. എനിക്ക് ഈ 2 ഡോൾസ് ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്നത് കണ്ടാ. ഇവള് ഭയങ്കര റിലേറ്റബിൾ മുടി. അവള് ഭയങ്കര മഞ്ഞ മുടി. പക്ഷെ ഇവള് ഏഞ്ചലാ. അവൾ വെറും ഡോളാണ്. ഭയങ്കര കൺഫ്യൂഷനായി. എനിക്ക് മുടിയാണ് എനിക്ക് ആക്ച്വലി ഇഷ്ടപ്പെട്ടത്. പക്ഷേ ഞാൻ ഇവിടെ എടുക്കുന്നത്. വാവ് ചിലപ്പോൾ മുടി പിച്ചി പറിച്ചൊക്കെ കളിക്കും. പക്ഷെ ഇതല്ലേ നല്ലത്. മുടി അത്ര റിലേറ്റബിൾ അല്ല. നമുക്ക് ഇവിടെ എടുക്കാം അല്ലേ. ഹേയ് മൈ ഏഞ്ചൽസ് എടുക്കാം. ഐ ആം ഡൺ വിത്ത് മൈ ഷോപ്പിംഗ് അറ്റ് ലുലു. പിള്ളേർക്ക് കുറേ നല്ല ഭംഗിയുള്ള ഡ്രസ്സ് കിട്ടിയിട്ടോ. ഈ വാവയ്ക്കൊക്കെ നല്ല രസമുള്ള ഫ്രോക്സ് ഒക്കെ കിട്ടാറുണ്ട് ലുലുന്ന്. ഞങ്ങൾ ഇവിടുത്തെ ലുലുന്ന് വാങ്ങിക്കും, അവിടെ എറണാകുളത്തെ ലുലുന്ന് വാങ്ങിക്കും. അങ്ങനെ നമ്മൾ ഇവിടുന്ന് ഡ്രസ്സ് വാങ്ങിച്ചു. ഇനി നമ്മൾ ഇവിടെ മെക്ഡൊണാൾഡ്സ് ഉള്ള സ്ഥിതിക്ക് നമുക്ക് ഒരിക്കലും കോഫി കുടിക്കാൻ പോകാൻ പറ്റില്ല. ഞാൻ കോഫി കുടിക്കാൻ കയറുമ്പോൾ ഞാനിവിടെ ലുലുവിൻ്റെ അവിടെ വന്നേക്കാണ്. ലുലുവിൻ്റെ ഹൈപ്പർ മാർക്കറ്റ്. അപ്പം ഇന്നത്തെ ജാപ്പനീസ് ചീസ് കേക്ക് ഓക്കെ സ്പെഷ്യൽ ഓഫറാണ്. പക്ഷെ ഇതെങ്ങനെ കൊണ്ടുപോകും എന്ന് ഓർക്കുമ്പോൾ ഒരു മടി വാങ്ങിക്കാൻ. 300 റുപ്പീസാണ് ഓഫർ കഴിഞ്ഞിട്ട്. ഒത്തിരി സാധനങ്ങളുണ്ട്. ഞാൻ കുറച്ച് സാധനങ്ങൾ എടുത്തു ഉണ്ണിക്കുടിക്ക് സ്നാക്കായിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. നമ്മൾ പണ്ടൊക്കെ സ്ഥിരം വാങ്ങിച്ചുകൊണ്ടിരുന്ന സാധനമാണ് ഈ ചോക്ലേറ്റ് ചിപ്പ് കുക്കി അങ്ങനത്തെ സാധനങ്ങളൊക്കെ കണ്ട. ഇതൊക്കെ നമ്മൾ ഇതല്ല, ഇത് ടൂട്ടി ഫ്രൂട്ടി അല്ല, എൻ്റെ ചോക്ലേറ്റ് ചിപ്പിനുണ്ട്. അതൊക്കെ നമ്മൾ സ്ഥിരം വാങ്ങിക്കൊണ്ടിരുന്നതാണ്. അതൊക്കെ മാറിയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ചോക്ലേറ്റ് കുക്കിയായി കണ്ട. ഇനി ഞാൻ സാൻഡ്വിച്ചും അടുത്ത സാധനം എടുത്തിട്ടുണ്ട് കണ്ട. ഓൾസോ ഇവിടെ കമനീയ ശേഖരം ഓഫ് കപ്പ് കേക്ക്സ് ഉണ്ട്. എനിക്കിതൊക്കെ കണ്ടിട്ട് വാങ്ങിക്കാം. മഫിൻസാണ്, കപ്പ് കേക്ക് അല്ല മഫിൻസാണ് വാങ്ങിക്കണം എന്നുണ്ട്. പക്ഷേ ഇതൊക്കെ കൊണ്ടുപോകണമെന്ന് ഓർക്കുമ്പോൾ ഇതുണ്ട് വലിയ കമനീയ ശേഖരം. ഒരു ഏരിയ മുഴുവനും ഇതാണ്.
ദിസ് ഇസ് ആക്ച്വലി വെരി നൈസ്. ഈ ആൽമണ്ട് ഓഫ് കേക്ക് ഇതൊക്കെ നമ്മൾ വാങ്ങിക്കാറുണ്ട്, നാട്ടിൽ വരുമ്പോൾ വാങ്ങിയിട്ട് പോകാറുണ്ട്. ഭയങ്കര നല്ല കേട്ടോ, ഇതൊക്കെ നല്ലതാണ്. പക്ഷെ ഓൾറെഡി നമ്മൾ കേക്കൊക്കെ ഇന്ന് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ കേക്ക്സ് ആയിട്ട് ഞാൻ ഇനി വാങ്ങിക്കണില്ല. എന്താണത്, ടീ കേക്ക്. എന്തൊക്കെയോ ട്വിസ്റ്റ് ഡാനിഷ്, ട്വിസ്റ്റ് ഓഫ് ഡാനിഷ്, എന്തൊക്കെ പുതിയ സാധനങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് മധുരമുള്ള സാധനങ്ങളൊന്നും അങ്ങനെ വലിയ താല്പര്യമില്ല. പിള്ളേർക്ക് ഇഷ്ടമാണെങ്കിൽ ഞാൻ അങ്ങനെ അധികം പ്രോത്സാഹിപ്പിക്കാറില്ല എന്നുള്ളതാണ് സത്യം. ചില മീൻസ് തീരെ കഴിക്കില്ലെന്നല്ല കേട്ടോ, കുറേ ഒന്നും വാങ്ങിക്കില്ല എന്നുള്ളതാണ് സത്യം. വലിയ താല്പര്യമില്ല. ബ്രൗണി ഇരിപ്പുണ്ട്, ബ്രൗണി. ഷോ ഞാൻ കഴിക്കില്ല, എന്നാലും ഞാൻ കൺട്രോൾഡ് ആണ്. ഈ സാധനം കാണുമ്പോൾ കൊതിയാവുന്നേ വാങ്ങിക്കാൻ. മാക്രോൺസ് നല്ലതല്ലേ? ഈ സാധനമാണ് നമ്മൾ പണ്ട് സ്ഥിരം വാങ്ങിച്ചോളുന്നത്. പക്ഷേ ഇപ്പോൾ ഇവർക്ക് അതിനോടുള്ള ടേസ്റ്റൊക്കെ പോയി കേട്ടോ. പക്ഷേ ഞങ്ങളിവിടെ പണ്ട് നമ്മൾ ലോക്ക്ഡൗണിൻ്റെ സമയത്തൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഇത് സ്ഥിരം വാങ്ങിക്കരുത്. ഇപ്പോൾ ഇവർക്ക് ഇതൊന്നും വേണ്ട. ഓൾസോ ഇതും വാങ്ങിക്കുമായിരുന്നു, പക്ഷെ ഇതൊക്കെ കഴിച്ച് അതിൻ്റെ ടേസ്റ്റൊക്കെ നമുക്ക് മതിയായി. അതുകൊണ്ട് ഞാൻ ഈ സാധനം എടുത്തിട്ടുണ്ട്. വേറെ എന്തെടുത്താണ് അങ്ങനെ എന്തൊക്കെ, പിന്നെ ഒരു വനില പൈനാപ്പിൾ കേക്ക് ഉണ്ട്, മോയിസ് കേക്ക്. പിന്നെ ഈ സാധനമുണ്ട്, വനില കുക്കി. അതാണ് അവൻ എടുത്തേക്കുന്നത്. പിന്നെ മറ്റത് ഇതാണ്, സാൻഡ്വിച്ചാണ്. നോക്കട്ടെ. ഡോണറ്റ്, ഉണ്ണിക്കുട്ടിയുടെ ഫേവറേറ്റ് സാധനം ഡോണറ്റ്. ബട്ട് ഐ ഹേറ്റ് ഡോണറ്റ്സ്. എനിക്കിഷ്ടമല്ല ഡോണറ്റ്. എനിക്ക് ഈ സാധനം ഇഷ്ടമല്ല കേട്ടോ. ഇവിടെ പലതരം ഡോണറ്റ്, പക്ഷേ ഇവിടെ നിന്ന് ഡോണറ്റ് വലിച്ചു കെട്ടി അങ്ങോട്ട് പോകണമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഞാൻ വാങ്ങിക്കണില്ല. സോർട്ടഡ് ആണ് 120. പക്ഷേ ഐ ഡോണ്ട് വാണ്ട്. അവിടെ കിട്ടുമല്ലോ, കിട്ടാത്ത സാധനമല്ലല്ലോ, അതുകൊണ്ട് പിന്നെ അത് വാങ്ങിക്കുന്നില്ല. എനിക്കിഷ്ടമല്ല ഈ സാധനം. ഡോണറ്റ് ഇഷ്ടമില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. എനിക്ക് ഒട്ടും ഇഷ്ടമുള്ള സാധനം. അവളുടെ മാത്രം ഒരു കമ്പനിയെ ശേഖരം. ഓ മൈ ഗോഡ്, ഐ കാൺട്ട്. ഓ അസോർട്ടഡ് അലുവകൾ അല്ലേ? ഓ മൈ ഗോഡ്. സ്നാക്സ്, ഞാൻ ഇത്രയും സ്നാക്സ് എടുത്താൽ മതിയോ, കൊണ്ടുപോകാൻ പറ്റുമോ എന്നുള്ളതാണ് ഇപ്പോൾ എൻ്റെ ഡൗട്ട്. കൂടുതൽ കേക്ക്സ് ആണുള്ളത് കണ്ടോ, പലതരം കേക്കുകൾ. പൈനാപ്പിൾ ലോഫ് കേക്ക്. കേക്ക് വേണ്ട. അച്ഛനും അവിടെ ക്യാരറ്റ് കേക്ക് വാങ്ങിയിട്ടുണ്ട് മോന്. ഐ മീൻ നമുക്ക് ഇനിയിപ്പോൾ അതിന് കേക്ക് വാങ്ങിച്ചാൽ ഐ തിങ്ക് ടു മച്ച് ഓഫ് കേക്ക്സ് ആയി പോകുന്നതാണ്. എനിക്ക് ഈ സാധനം വാങ്ങി നോക്കിയാൽ കൊള്ളാമെന്നുണ്ട്. ഞാൻ വീണ്ടും ഇവിടെ കറങ്ങി എത്തിയതാ. പക്ഷേ വേണോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. വേണോ? ഇത് ഗീ കേക്ക്, ഈവൻ ജാപ്പനീസ് ചീസ് കേക്ക്. നോക്കട്ടെ എന്തായിരിക്കും അത്. എൻ്റെ ക്യൂരിയോസിറ്റി കാരണം ഞാൻ ഇതൊരെണ്ണം എടുക്കുകയാണ്. നോക്കാമല്ലോ, എങ്ങനെയുണ്ടെന്ന് നോക്കാമല്ലോ. ലെറ്റ്സ് സീ. എനിക്ക് തോന്നുന്നു ഇത്രയും സാധനങ്ങൾ ഞാൻ എടുക്കണുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അവിടെയും കൂടി നോക്കട്ടെ. ഞാനിതൊട്ട് കാണാത്ത കുറേ സാധനങ്ങളൊക്കെ കിട്ടും. പെറ്റി ഫ്ലവർ, കാരമൽ ഫ്ലവർ, എന്തൊക്കെയാണ് സാധനങ്ങൾ നിറച്ചിട്ടുണ്ട്. ഞാൻ കണ്ടിട്ടില്ല ഇങ്ങനത്തെ. മെജോറിറ്റിയും ഇവിടെ ഞാൻ കണ്ടിട്ട്. ഞാൻ കുറേ നാളെ ഇവിടെ ലുലു കയറിയിട്ട് സത്യം പറഞ്ഞാൽ എനിക്ക് കൺഫ്യൂഷൻ ആയിപ്പോയി. ഇവിടെ വേറൊരു കേക്ക് ഇരിപ്പുണ്ടല്ലോ, ഇഷ്ടമാണ്. കേക്കിലോട്ട് ഞാൻ നോക്കാതിരിക്കുന്നത് നല്ലത്. ഇതെന്താ? എന്തൊരു പെറ്റിറ്റ് ഫോർ ഫ്ലവർ നട്ട്സോ? എനിക്കറിയാൻ പാടില്ല എന്തൊക്കെയാണെന്നതൊക്കെ. ആയിട്ടുണ്ടോ എനിക്കറിയാൻ പാടില്ലാത്തവരാണ്. പെറ്റിറ്റ് ഫോർ ചോപ്സ്റ്റിക്ക, ഫിംഗർ, ഹാർട്ട് ചോക്കോ എല്ലാം പെറ്റിറ്റ് ഫോർ ആണല്ലോ. എന്താ അത്? വാട്ട് ഈസ് ദറ്റ്? ഇവിടെ ഓറഞ്ച് ജാമുണ്ട്, ഗ്രേപ്പ് ജാമുണ്ട്. ഞാൻ കണ്ടിട്ടില്ല ഗ്രേപ്പ് ജാമൊന്നും. പാഷൻ ഫ്രൂട്ട് ജാം. സോ വി ആർ ഗോയിങ് ടു ഗെറ്റ് ദിസ് വൺ ഫോർ ഷുവർ. പാഷൻ ഫ്രൂട്ട് ജാം നമുക്ക് എടുക്കാം. ഓക്കെ, മോർ ജാംസ് ആണ് കേട്ടോ. അതെ, ജാക്ക് ഫ്രൂട്ട് ജാം. ഓ മൈ ഗോഡ്. പിന്നെന്താ ഇത്? വീണ്ടും ഗ്രേപ്പ് ജാം. വീണ്ടും എന്തൊക്കെയൊക്കെ പലതരം ജാംസ്. പക്ഷേ ഞാനിപ്പോൾ പാഷൻ ഫ്രൂട്ട് ജാം മാത്രമാണ് എടുക്കുന്നത്. നിറച്ച് ജാംസ് ഉണ്ട് കേട്ടോ. ഓറഞ്ച്, മാംഗോ, ഗ്രേപ്സ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇവിടേക്കാണ്. അതെന്താ ഇത്? വാട്ട് ഈസ് ദിസ്? എനിക്കറിയില്ല. ഡോറിവ ഹൽവ പ്ലെയിൻ. എന്താണ് ഈ സാധനം? ഡോറിവ ഹൽവ പ്ലെയിൻ. ഐ ആം ക്ലൂലെസ്. എനിക്കറിയത്തില്ല. ഇവിടെ അറബിക് സ്വീറ്റ്സിൻ്റെ മാത്രം സെഷൻ ഉണ്ട്. ഓ മൈ ഗോഡ്. ഓഹോ, പിന്നെ സ്വീറ്റ്സ് ആയതുകൊണ്ട് ഞാൻ ഇനി ഇതിൻ്റെ അകത്തേക്ക് ഡൈവൻ ചെയ്യുന്നില്ല. ഇതെന്താ? മിദ്യ ബക്ലാവ വാൾനട്ട്, മിദ്യ ചോക്കോ ബക്ലാവ, പിസ്താഷ്യോ മിദ്യ, ഓബാറ്റ് പിസ്ത. കുറേ സ്വീറ്റ്സ് ഉണ്ട്. ചോദിച്ചോക്കാം, കിരണിനെ വിളിച്ച് ചോദിച്ചിട്ട് വേണമെന്ന് ചോദിക്കട്ടെ. ഇവിടെ നിന്ന് കുനാഫ കിട്ടിയിട്ടുണ്ട് കേട്ടോ. കുനാഫ നമുക്ക് ഇഷ്ടമാണ്. കുനാഫയെ വാങ്ങിയിട്ടുണ്ട്. ബില്ലിംഗ് കൗണ്ടറിൽ നിൽക്കുവാണ് ഞാൻ. ബില്ല് ചെയ്യാൻ ഇത്ര സാധനങ്ങളെ വാങ്ങിക്കണം, ബിക്കോസ് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടുണ്ടാവും. സോ ഞാൻ വെയിറ്റ് ചെയ്യണം ബില്ലടിക്കാൻ. അങ്ങനെ എൻ്റെ ലുലുവിൻ്റെ ഷോപ്പിംഗ് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ലുലു ഫാഷൻ സ്റ്റോറിന് സാധനം വാങ്ങിച്ചിട്ടുണ്ട്. ലുലു സൂപ്പർ മാർക്കറ്റിന് സാധനം വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഓട്ടോ ബുക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ബിക്കോസ് ഞാൻ മെട്രോയിൽ പോകാമെന്ന് ചോദിച്ചത്, പക്ഷേ ഭയങ്കര
ഈ സാധനത്തിനൊക്കെ കുറച്ച് വെയിറ്റ് കൂടിപ്പോയി. അപ്പോൾ ഇതും കൊണ്ട് എനിക്ക് അത് പേപ്പർ കവർ പൊട്ടുന്നൊരു പേടിയും. അപ്പോൾ ഞാൻ അവിടെ പിന്നെ ഓട്ടോയിൽ പോകാൻ വെച്ചു. അപ്പോൾ ഓട്ടോന് വേണ്ടി വെയിറ്റിംഗ് ആണ്. ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് വീട്ടിൽ പോയിട്ട് ഇതൊക്കെ പാക്ക് ചെയ്യാൻ. ഓ മൈ ഗോഡ്. നമ്മുടെ ഈ പ്രാവശ്യം വന്നപ്പോഴത്തേക്കും നമ്മൾ കുറേ സബ്സ്ക്രൈബേഴ്സിനെ കണ്ടു കേട്ടോ. അപ്പോൾ അത് ഭയങ്കര സന്തോഷം. എല്ലാവരും വന്ന് സംസാരിച്ചു. എല്ലാവരും വന്ന് സംസാരിച്ച എല്ലാവർക്കും സ്പെഷ്യൽ താങ്ക്സ്. ഹായ് പറഞ്ഞു എല്ലാവർക്കും സ്പെഷ്യൽ താങ്ക്സ്. സ്പെഷ്യൽ ഉമ്മ കേട്ടോ, എല്ലാവർക്കും ഉമ്മ. ഇനി എന്നെ അടുത്ത വർഷം എന്നെ വരുമ്പോഴും വന്ന് കണ്ട് സംസാരിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഓട്ടോ വരട്ടെ, എന്നിട്ട് നമുക്ക് കയറാം. എന്ത് വീട്ടിൽ പോയിട്ട് ഈശ്വര പാക്ക് ചെയ്യണം. അങ്ങനെ ഞാൻ വീട്ടിലെത്തി. എത്ര മണിയാണെന്ന് 5:30 കഴിഞ്ഞേ. ആ നല്ല മഴ പെയ്തു. ഞാൻ നല്ല നേരത്തെ ഓട്ടോന് വന്നത്. ഞാൻ പറഞ്ഞില്ലേ, യൂഷ്വലി അല്ല, ഞാനൊന്ന് മെട്രോയിൽ വരാമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നതാണ്. അച്ഛൻ വന്ന് വിൽക്കുകയെന്ന് പറഞ്ഞത്. പക്ഷെ മഴ പെയ്ത് പണി പകളിയേനെ. അപ്പം അതുകൊണ്ട് നല്ല നേരത്തിന് ഓട്ടോയിൽ കൂടെ വന്നു. ഇപ്പം എത്തി 5:30. ലോട്ട്സ് ഓഫ് തിങ്സ് ടു പാക്ക് ഡൗൺ. ഇതെങ്ങനെ പാക്ക് ചെയ്യുന്നവർക്കും എനിക്ക് തന്നെ ഇപ്പോൾ കൺഫ്യൂഷനാണ്. ഐ ഹാവ് എൻ എക്സ്ട്രാ ബാക്ക് പാക്ക്. അതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമില്ല. എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ട് പോകും. എൻ്റെ വാങ്ങിച്ച സാധനം നമ്മൾ കൊണ്ടുപോകും. അങ്ങനെ നമ്മൾ യൂഷ്വലി ചെയ്യാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് എക്സ്ട്രാ പാക്ക് ചെയ്യാൻ വേണ്ടി പോവാണ് കുട്ടീസ്, അല്ലെങ്കിൽ ശരിയാവത്തില്ല. അപ്പോൾ എനിക്ക് ആദ്യം ബാത്റൂമിൽ പോകണം. പിന്നെ അതിന് വാഷ്റൂം ഒന്ന് പോയതിന് ശേഷം വേണം നമുക്ക് പാക്ക് ചെയ്യാൻ തുടങ്ങാൻ. സോ നമുക്ക് പണിയിലേക്ക് കിടക്കാം കുഞ്ഞുങ്ങളെ. ഹലോ, ഇപ്പം നമുക്ക് സമയം 9:30 കഴിഞ്ഞു കേട്ടോ. ഞാൻ ഇൻ ബിറ്റ്വീൻ പാക്ക് ചെയ്തു. വണ്ടിയിൽ പെട്ടി വെച്ചു, ഫുഡ് കഴിച്ചു. പിന്നെ വെള്ളം കുടിച്ചില്ല. വെള്ളം കുടിക്കാണ്ട് നമ്മൾ ട്രെയിനിൽ സഞ്ചരിക്കുള്ളൂ. എനിക്ക് ബാത്റൂമിൽ പോകാൻ ഭയങ്കര മടിയായതുകൊണ്ട്. അപ്പോൾ എല്ലാം സെറ്റാക്കി ഞങ്ങൾ ഇറങ്ങാൻ വേണ്ടി പോവാണ്. 9:15 ട്രെയിനെങ്കിലും കുറച്ച് ഡിലേ ഉണ്ട്. 10:15 ട്രെയിനെങ്കിലും കുറച്ച് ഡിലേ ഉണ്ട്. എന്നാലും നമ്മൾ പോവുകയാണ്. നോർത്ത് നിന്നാണ് ട്രെയിൻ. ഹംസഫറാണ്. മേരി ഹംസഫർ അല്ലേ അമ്മ? അപ്പോൾ ഹംസഫർ ട്രെയിൻ വരും. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് അവിടെ പോയി ഇരിക്കാമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മൾ പാക്കിങ്ങും ചേഞ്ചിങ്ങും ഫുഡ് കഴിക്കലൊക്കെ ആയിരുന്നു. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഇനി വേഗം ഇറങ്ങാം. എത്ര അപ്പം അമ്മ 9:30 ഇറങ്ങിയാൽ എന്ന് പറഞ്ഞ അച്ഛമ്മ നമുക്ക് അവിടെ പോയി ഇരിക്കാൻ വെറുതെ. എങ്ങാനും ട്രെയിൻ നേരത്തെ വന്നാലും എങ്ങാനും ബിരിയാണി നേരത്തെ കൊടുത്താലോ ഒന്നിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇറങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ പെട്ടിയെല്ലാം സെറ്റ് ചെയ്തു. സാധനങ്ങളെല്ലാം ഞാൻ പാക്ക് ചെയ്തു. ഞാൻ ഈ പ്രാവശ്യം എക്സ്ട്രാ ഒരു ബാക്ക് പാക്ക് കൂട്ടിയാണ് കൊണ്ടുവന്നത്. ചില അതും ഇതുമൊക്കെ വാങ്ങിക്കുന്നത് തന്നെ എനിക്ക് നന്നായിട്ട് അറിയാം. ബിക്കോസ് എപ്പോഴും തയ്യാറില്ല കൊണ്ടുവരുന്ന സാധനം. പിന്നെ സഞ്ചി കിട്ടിയേ കൊണ്ടുപോകും. അതുകൊണ്ട് ഞാൻ എക്സ്ട്രാ ബാക്ക് പാക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് എല്ലാം സെറ്റായി. സോ നമുക്ക് ഇനി ഇറങ്ങാം അല്ലേ മമ്മി? പോവാം മമ്മ. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ ബാക്ക് ടു മൈ ബാംഗ്ലൂർ ലൈഫ്. അപ്പോൾ നിങ്ങൾക്ക് വ്ളോഗ് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുകൊണ്ട്. അപ്പോൾ ടാറ്റ ബൈ ബൈ.